അത് പറയാൻ പറ്റാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒത്തിരി വല്ലാത്ത രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് അതുകൊണ്ട് കേട്ടോ. പക്ഷേങ്കിൽ ഓവറോൾ നമ്മൾ നോക്കുമ്പം ഇത് കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ലാസ് എടുത്തപ്പം ഇതെല്ലാം അതിൻ്റെ അതൊരു പ്രവൃത്തിയും അതേപോലെ പഴയ നിയമത്തിൽ ദൈവം യുദ്ധവീരനാണെന്നും പുതിയ നിയമത്തിൽ വന്നപ്പോൾ യേശു ക്രിസ്തു ഒത്തിരി ഇതായിരുന്നു, അങ്ങനെയൊക്കെ ഒത്തിരി ഒരു സ്ഥലത്തൊന്ന് പറയുന്നു, മറ്റേ സ്ഥലത്തൊന്ന് പറയും, ഒരു സ്ഥലത്ത് വന്ന് വിധിക്കരുതെന്ന് പറയും, ഒരു സ്ഥലത്ത് മറ്റേ അങ്ങനെയൊക്കെ. പക്ഷേ ഇതെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് പഠിച്ചു നോക്കുമ്പോൾ, സബ്ജക്റ്റായിട്ട് പഠിച്ചു നോക്കുമ്പോൾ ഇറ്റ്സ് ഈസി. വലിയ നമ്മുടെ തെറ്റുകളെല്ലാം മാറാം. പക്ഷെ പല സ്ഥലങ്ങളായിട്ട് നമ്മളിങ്ങനെ പഠിക്കുന്നത് കൊണ്ടാണ് ഒരു സ്ഥലത്ത് നമ്മളൊരു ഇതെടുക്കും, മറ്റേ സ്ഥലത്ത് അങ്ങനെ വരുന്നതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ ഇത് വളരെ സിമ്പിളാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കുറച്ച് സെപ്പറേഷൻ നോക്കിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് ലൈറ്റിനെ പറ്റിയ, ലോകത്തിൻ്റെ വെളിച്ചം. ആദ്യം ലൈറ്റിനെ നമ്മൾ ഷെക്കാനായിട്ട് കണക്ട് ചെയ്യാൻ നോക്കി. ഓക്കെ, എന്നിട്ട് ഷെക്കാന ലോകത്തിൽ വന്നു, ക്രിസ്തു ആയിട്ട് ലോകത്തിൽ വന്നു, നമുക്ക് വെളിച്ചം നൽകി തന്നു. അപ്പം യേശു ക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. പക്ഷെ നമ്മൾ ആ യേശു ക്രിസ്തു വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, പക്ഷെ വിളക്കായിത്തീരുന്നു. മനസ്സിലായി? വിളക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെക്കാന ഇസ് ഓൾവേസ് ദെയർ, ഒരിക്കലും മാറിപ്പോകത്തില്ല. പക്ഷെ വിളക്കുകൾ നമ്മൾ കുറച്ച് കഴിയുമ്പം നമ്മുടെ വിളക്ക് മാറി ഇത് കുറച്ച് സമയത്തേക്കുള്ള വിളക്ക്, മനസ്സിലായി? ഒരു മെഴുകുതിരി കത്തിത്തീരുന്നിടം വരെ ഉള്ള പോലെയാണ് ഓരോ മനുഷ്യൻ്റെ ജീവിതം. അപ്പോൾ അത് കഴിയുമ്പോൾ പിന്നെ നമുക്കൊരു പൊൻപുലർച്ചയുണ്ട്. പക്ഷേങ്കിൽ ആ സമയത്ത് ലോകത്തിൻ്റെ വെളിച്ചം, പക്ഷേങ്കിൽ ഈ വിളക്കിനെയും മറ്റേ ഷെക്കായനെ നമ്മൾ ഇതാണെന്ന് പറഞ്ഞ് കൂട്ടി യോജിപ്പിക്കരുത്. യോജിപ്പിക്കുമ്പോൾ അവിടെ മിസ് ട്രാൻസ്ലേഷൻ ഉണ്ടാവും, പല ഇതുകളൊക്കെ വരും. കാരണം പഴയ രണ്ടാമത്തെ മൂന്നാമത്തെ നൂറ്റാണ്ടിൽ പഠിച്ചു നോക്കിയാൽ ഇതേപോലുള്ള ഇതൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതേപോലെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ലൈറ്റിനെ പറ്റി, ഈ ആഴ്ച നമ്മൾ പഠിക്കാൻ പോകുന്നത് റക്കിയ എന്ന് പറഞ്ഞാൽ വിധാനം. അതേപ്പറ്റി കഴിഞ്ഞ ആഴ്ച നമ്മൾ ലൈറ്റിനെ ഷെക്കായനോടും ക്രിസ്തുവിനോട് യോജിച്ച പോലെ ഈ പ്രാവശ്യം നമ്മൾ റക്കിയ എന്ന് പറഞ്ഞ ആ വേർഡിനെ നമ്മൾ ടാബർനാക്കിളിനോട് യോജിപ്പിക്കാൻ പോവാം. ഓക്കെ, ടാബർനാക്കിൾ സമാഗമന കൂടാരത്തിനോട് നമ്മൾ യോജിപ്പിക്കാൻ പോകും. ഓക്കെ, ആദ്യം നമ്മൾ റക്കിയ എന്തുവാണെന്ന് നോക്കാം. ഇത് വിധാനം. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഫസ്റ്റ് ഡേ കഴിഞ്ഞ് യഹി റക്കിയ ബെറ്റോക് ഹമായി, വെള്ളങ്ങളുടെ മിതാനത്തിൽ, ഇൻ ദ മിസ്റ്റ് ഓഫ് വെള്ളങ്ങളുടെ വിധാനത്തിൽ എന്ത് പറ്റും? റക്കിയ വന്നു. റക്കിയ എന്ന് പറയുന്നത് എൻ്റെ മീനിങ് അടിച്ചു പരത്തിയ. ഈ വേർഡ് വരുന്നത് പുറപ്പാട് പുസ്തകം 39 അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ഗോൾഡ് അടിച്ച് നിരത്തി സമാഗമന കൂടാരത്തിൻ്റെ പണിയോടനുബന്ധിച്ച് ഗോൾഡ് അടിച്ച് നിരത്തി ഒരു തിൻ ഷീറ്റായിട്ട് ആക്കുന്നതിനോടനുബന്ധിച്ചുള്ള മീനിങ്ങാണ് ഇതിന് വന്നിരിക്കുന്നത്. റക്കിയ എന്ന് വെച്ചാൽ അതേപോലെയുള്ള ഇതാണ് എന്ന് വെച്ചാൽ നമ്മുടെ EKGയുടെ മേലോട്ടും താഴോട്ടും ഉള്ളതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ, ആ സ്ട്രെയിറ്റ് ലൈൻ പോലുള്ള ഒരു ഇതിനാണ് റക്കിയ എന്ന് പറയുന്നത്. ഒരു തിൻ ഷീറ്റ് ഓഫ് ഗോൾഡ്, അല്ലെങ്കിൽ കട്ടിയായിട്ടുള്ള ഒരു തിൻ ഷീറ്റായിട്ടുള്ള സാധനത്തിനാണ് പറയുന്നത്. അപ്പോൾ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ പറയുമ്പം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം, ഇയ്യോബിൻ്റെ 37:18 വായിക്കുമ്പം ക്യാൻ യു ലൈക്ക് ഹിം സ്പ്രെഡ് ഔട്ട് ദ സ്കൈ ഹാർഡ് ആസ് എ കാസ്റ്റ് മെറ്റൽ മിറർ, ഒരു കണ്ണാടി പോലുള്ള മെറ്റൽ ഒരു ഇത്. അപ്പോൾ നമ്മൾ റെവലേഷനിൽ വായിക്കുമ്പം നമുക്കിത് കാണിക്കാം. ദൈവത്തിൻ്റെ ത്രോണിൻ്റെ ബിഫോർ ദ ത്രോൺ ദർ വാസ് ലൈക്ക് എ sea of glass, like crystal sea of glass.
മനസ്സിലായി, ഒരു ഗ്ലാസ് പോലുള്ള. അപ്പം ഈ റക്കിയ എന്ത് വന്നു, ഒത്തിരി ഡിഫറെൻറ്റ് വേ ഓഫ് ആൾക്കാർ പഠിപ്പിക്കുന്നുണ്ട്. മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഏർലി ക്രിസ്ത്യൻ സെപ്റ്റുവജൻ്റ് ഇത് ആ വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ സ്റ്റെർണോമ എന്ന വേർഡാണ്. ഒരു സോളിഡ് ഫേർണമെൻറ്റ്, ഒരു സോളിഡായിട്ടുള്ള ഒരു ഇത് എന്ന് വെച്ചാൽ നമ്മുടെ ഓസോൺ ലെയർ പോലുള്ള ഇത്, അതൊരു വെള്ളത്തിനും മേലുള്ള വെള്ളത്തിനും കീഴിലുള്ള വെള്ളത്തിനും ഇതുവരെയായിട്ട് ഭൂമി വന്നിട്ടില്ല, അതും മറന്നു പോകരുത്. ഇപ്പം വെള്ളവും തമ്മിൽ വേർപിരിക്കുന്നു. ആദ്യം ലൈറ്റ് വന്നു, പിന്നെ വെള്ളവും തമ്മിൽ ഇതുവരെയായിട്ടും കീഴിലുള്ള വെള്ളത്തിൻ്റെ അവിടുന്ന് ഭൂമി പൊങ്ങി വരട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടും നമ്മൾ ആ ഒരു രീതി കാഴ്ചപ്പാടി വേണം കാണാൻ. ഇപ്പോൾ വെള്ളങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തു, അതിൻ്റെ ഇടയ്ക്കൊരു വിധാനം വെച്ചു. മനസ്സിലായല്ലോ? അപ്പോൾ ആ വിധാനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ച് പരത്തിയ മെറ്റൽ പോലെ അല്ലെങ്കിൽ സ്റ്റെർണോമ പോലുള്ള ഒരു സംഭവം. മനസ്സിലായോ? അപ്പം ഇതിന് വാതിലുകളുണ്ട്, കീഴിലുള്ള വെള്ളത്തിനും വാതിലുകളുണ്ട്. അതുകൊണ്ടാണ് നോഹയുടെ ജലപ്രളയം നടപ്പോൾ മുകളിൽ ആകാശത്തിലെ വിൻഡോയും തുറന്നു, ഭൂമി അടിയിലുള്ള വിൻഡോയും ആഴത്തിലുള്ള ഡോർസും തുറന്നു. അങ്ങനെയാണ് വെള്ളം പൊങ്ങി ഭൂമിയെ മൂടത്തക്ക രീതി വെള്ളം വന്നു. മനസ്സിലായി? അപ്പോൾ 2 സ്ഥലത്തും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് വായിച്ച് വരുമ്പം ഒരു സ്ഥലത്തേ ഉള്ളെന്ന് നമുക്ക് തോന്നത്തുള്ളൂ. പക്ഷേ ഇത് ഈ 2 സ്ഥലത്തും ഇങ്ങനെ ഭൂമി ഇങ്ങനെ പിടിക്കത്തക്ക രീതി 2 സ്ഥലത്തും ഉണ്ട്. കാരണം വെള്ളം ഭൂമിക്ക് മീതെ കവിഞ്ഞു വരാതിരിക്കാൻ ഒരു ഇത് വെച്ചിട്ടുണ്ട്. മനസ്സിലായി? അപ്പം അങ്ങനെ പഠിച്ചു വരുമ്പം നമുക്ക് കാണാം ആദ്യം ഭൂമി റക്കിയ, അതിൻ്റെ മേളിൽ സ്വർഗം, അത് കഴിഞ്ഞ് ഭൂമി താഴെ റക്കിയ, അതിൻ്റെ താഴെയാണ് പഴയകാലത്തെ ഷിയോൾ എന്നൊക്കെ പറയുന്നതും ഹേഡീസ് എന്നൊക്കെ പറയുന്നതും ഒക്കെയുള്ള സംഭവം. മനസ്സിലായി? അപ്പം അങ്ങനെ 2 എടുത്തു. പക്ഷേ വായിച്ച് വരുമ്പോൾ ഒറ്റ മേലുള്ള ഒരു ഇതായിരുന്നു. പക്ഷേ ഭൂമി വരുന്നതിന് മുമ്പേ വെള്ളത്തിനും ഈ 2 വെള്ളത്തിനും മീതെ ഇങ്ങനൊരു സംഭവം പോലെ വന്നിട്ട് ഇനി ഈ സ്ഥലത്തു നിന്നാണ് വെള്ളം ഭൂമി വരാൻ പോകുന്നത്. ഇതിൻ്റെ മേലിൽ സ്കൈ, ഇതാണ് അടിച്ചു പരത്തിയ റക്കിയ എന്ന് പറയുന്ന സാധനം. ഇത് ഇവിടെ ഒന്നുണ്ട്. മനസ്സിലായല്ലോ? അത് ഒറ്റ വായിക്കാൻ കഴിയുമ്പോൾ നമുക്ക് ഒന്നേ ഉള്ളെന്ന് തോന്നും. പക്ഷേ താഴെ 2 ഭാഗത്തുള്ളതായിട്ടാണ് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായി. അപ്പം അതിനാണ് റക്കിയ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ റക്കിയ ഒരു ബൗണ്ടറി അങ്ങോട്ടുള്ളതും ഇങ്ങോട്ടും വരാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ഇതാണ്. അപ്പം ഇതിന് വിൻഡോ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കിയ ഫ്ലഡിൻ്റെ സമയത്ത് വിൻഡോ വരുവാൻ ഇടയായി. അതേപോലെ ഇതിനെ നമ്മൾ സമാഗമന കൂടാരത്തിൻ്റെ ആ വെയിൽ തിരശീല പോലാണ് ഉപമിച്ചിരിക്കുന്നത്. മനസ്സിലായി? അപ്പം ഈ വെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റത്തില്ല. അപ്പം ഈ ഒത്തിരി ആൾക്കാർ ഡിഫറെൻറ്റ് രീതി പഠിപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സ്വർഗങ്ങളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, 4 സ്വർഗം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. 3 സ്വർഗം ഉണ്ടെന്ന് നമുക്ക് പൗലോസിൻ്റെ ആ ഇതിൽ നിന്നറിയും. ഞാൻ ഫിലിപ്പീൻസിനകത്ത് ഞാൻ ക്രിസ്തുവിൽ ഒരാളെ അറിയുന്നു. ആ ആൾ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് വളരെ അല്ല, ഫിലിപ്പീൻസിലല്ല, 2 Corinthians 12:12 പറഞ്ഞു, ഐ നോ എ മാൻ ഹു ഗോഡ് അപ്പ് ടു ദ 3rd heaven, 3-ാം സ്വർഗത്തോളം. 4-ാം സ്വർഗം ഉണ്ടെന്ന് പറയും. പക്ഷേ ഈ 4-ാം സ്വർഗം എന്ന് പറയുന്നത് തിരശീല വെച്ച് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അകത്തെ ബ്ലൂ ആയിട്ടുള്ള ലിനൻ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഇത് അതെന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാണുന്ന ഓസോൺ ലെയർ പോലെ സ്റ്റെർണോമയ. മനസ്സിലായി? അത് കഴിഞ്ഞിട്ട്
പക്ഷെ എന്നാൽ ഈ തിരശ്ശീല ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മേലുള്ളത് താഴോട്ട് വരാൻ പറ്റത്തില്ല, താഴെയുള്ളത് മേലോട്ടും വരാൻ പറ്റാത്ത രീതിയിൽ. എന്നാൽ നമ്മുടെ മഹാപുരോഹിതനായ ക്രിസ്തു ഈ തിരശ്ശീല താഴോട്ടുള്ളതും മുറിച്ച് പോയി താഴെയുള്ള ആൾക്കാരോട് സുവിശേഷം പ്രസംഗിച്ച് താഴെയുള്ള ആൾക്കാരെ തടവിലുള്ള, അതായത് ഏബ്രഹാമിൻ്റെ ബുസം എന്ന് പറയുന്ന സ്ഥലം, താഴെയുള്ള സ്ഥലത്തിന് കുറേ ഇതുണ്ട്, അതെല്ലാം ഞാൻ പറഞ്ഞു വരാം. ഓക്കെ, അപ്പോൾ അവിടുന്ന് ഏബ്രഹാമിൻ്റെ ബുസത്തിൽ നിന്നുള്ള ആൾക്കാരെ എവിടെ കൊണ്ടുപോയി? സ്വർഗ്ഗത്തിൽ കൊണ്ടുപോയി എന്ന് പറയുന്നത്. വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതന് അതിപരിശുദ്ധ സ്ഥലത്ത് മാത്രം പോകാൻ പറ്റുന്ന ആ മഹാപുരോഹിതനെ നമ്മുടെ ക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു തടവറയിൽ കിടക്കുന്ന ഏബ്രഹാമിൻ്റെ ബുസം അല്ലെ പറുദീസ, അവിടെ ഉള്ള ആൾക്കാരെ കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയി? മഹാപുരോഹിതൻ്റെ ദ ഹോളീസ് ഓഫ് ദ ഹോളീസ്. മനസ്സിലായി? ഹോളീസ് ഓഫ് ദ ഹോളീസിൽ പോയി നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി ഒരാളെ പോയിട്ടു. ഒറ്റ ഒരാൾ പിയേഴ്സ് ത്രൂ ദ റക്കിയ അവിടെ പോയി നമുക്ക് വേണ്ടി കാഴ്ചവെച്ചു. ഇനിയും അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, ഒരിക്കലായിട്ട് ഇനിയും വേറെ ഒരു യാഗം വേണ്ട. മനസ്സിലായി? ഒറ്റ പ്രാവശ്യം, ഒറ്റ സ്നാനം, ഒറ്റ അഭിഷേകം. മനസ്സിലായി? എന്നാൽ പഴയ നിയമത്തിൽ ഇതിന് 3 ഉണ്ട്, 4 ഉണ്ട്, പിന്നെ ഒരു പ്രാവശ്യം കേട്ട് വായിച്ചു 7 ഉണ്ടെന്ന് വായിച്ചു, 11 ഉണ്ടെന്ന് വായിച്ചു, 12 സ്വർഗത്തോളം ഉണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സ്വർഗം ഉണ്ടെന്ന് നമ്മൾ പൗലോസിൻ്റെ ഇത് വായിച്ചു. 4ാമത്തെ ഇതാണ് ഓസോൺ ലെയർ എന്ന് വായിച്ചു. അപ്പോൾ 4. ഈ 4 എങ്ങനെയാണ് വരുന്നത് കഴിഞ്ഞാൽ 4 തിരശ്ശീലയുണ്ട് സമാഗമന കൂടാരത്തിന്. അതേപോലെ പുരോഹിതൻ്റെ വസ്ത്രത്തിന് 7 ഇതുണ്ട്, പാർട്സ് ഉണ്ട്, 8 പാർട്സ് ഉണ്ട്. തലയിലെ ഈ തൊപ്പിയോട് വെച്ച് നോക്കുമ്പോൾ ടർബിനോട് വെച്ച് നോക്കുമ്പോൾ 8 പാർട്സ് ഉണ്ട്. അതുകൊണ്ട് 8ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ 12 ആയില്ലേ. എന്നാൽ ചില ആൾക്കാർ ടർബിൻ അംഗീകരിക്കത്തില്ല, 11 ആയി. എന്നാൽ ചില ആൾക്കാർ ഈ ടർബിനും അംഗീകരിക്കത്തില്ല, ഈ ഓസോൺ ലെയറും അംഗീകരിക്കാത്ത, അങ്ങനെ വരുമ്പോൾ 10 ആവും. പിന്നെ ചില ആൾക്കാർ 7 മാത്രമേ ഇതാകത്തുള്ളൂ. ഇതെല്ലാം ഈ കണക്കുകളെല്ലാം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമാഗമന കൂടാരത്തിൻ്റെ പാർട്സ് എന്ന് കഴിഞ്ഞാൽ എത്ര ഡിഫറെൻറ്റ് ഉപകരണങ്ങളുണ്ടെന്ന് നോക്കും. സമാഗമന കൂടാരത്തിൽ ഒന്ന് യാഗം കഴിക്കുന്ന ഇത് യാഗപീഠം, പിന്നെ ലേവർ കൈ കഴുകുന്ന ബേസിൻ, പിന്നെ അകത്ത് ഹോളീസിൽ വരുമ്പോൾ 3 ഷോ ബ്രെഡ് ഉണ്ട്, ഇൻസെൻസ് ഉണ്ട്, ഇതുണ്ട്, മനോറ ഉണ്ട്, പിന്നെ ഹോളീസ് ഓഫ് ഹോളീസ് വരുമ്പോൾ ആർക്ക് ഓഫ് ദ കവനൻ്റ് ഉണ്ട്, അതിൻ്റെ മേളിൽ വയ്ക്കുന്ന ഇതുണ്ട്, അങ്ങനെ 2 എണ്ണം. അതെല്ലാം കൂടെ കണക്ക് കൂട്ടി വരുമ്പം 7 വരുന്നു. ഹോളീസിൽ വെച്ച് നോക്കുമ്പോൾ 3 ഉള്ളൂ. അപ്പം അങ്ങനെ മനസ്സിലായി. പക്ഷേ എങ്കിൽ 4 ഉണ്ടെന്ന് പറയുന്നത് ഈ സമാഗമന കൂടാരത്തിൻ്റെ ഈ ഇത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 1 ലിനൻ ഡ്രസ്സ്, 2 റാം റാമിൻ്റെ സ്കിന്ന്, 3ാമത് വരുന്നത് ഒരു ഗോഡ് സ്കിൻ വരുന്നത്. ഏറ്റവും അവസാനം വരുന്നതാണ് തഹശുത്തോൽ. തഹശുത്തോൽ എന്തുവാന്ന് ഇതുവരെയായിട്ടും കണ്ടുപിടിച്ചിട്ടില്ല. 1 ഈ ലിനൻ, ആ ലിനനിലാണ് കെറൂബിൻ്റെ പടം തുന്നി തയ്ച്ച് വെച്ചേക്കുന്നത്, മനസ്സിലായി, എംബ്രോയ്ഡറി ചെയ്ത് വെച്ചേക്കുന്നത്. 2ാമത്തെ ഗോഡ് ഹെയർ, അതും ഒരു സിമ്പിൾസോ, മനസ്സിലായി, ഒരു അറ്റോൺമെൻറ്റ്, യോങ്കിപ്പോൾ അറ്റോൺമെൻറ്റ് പോലുള്ളത്. 3ാമത്തേത് റാം സ്കിൻ, അതായത് അബ്രഹാമിനും ഇസാക്കിനെ യാഗം കഴിക്കാൻ പോയപ്പോൾ അവിടെ കിടന്ന് ആ ഒരു ആട്ടിൻകുട്ടിയുടെ ഇതുപോലെ റാം സ്കിൻ, നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ടുള്ള. പിന്നെ തഹശുത്തോൽ എന്തുവാന്ന് ഇതുവരെയായിട്ടും ആർക്കും വലിയ പിടിയൊന്നും കിട്ടില്ല. ഇത് ശരിക്കും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ
എനിക്ക് വലിയ പ്രാപ്തിയൊന്നുമില്ല. പക്ഷേ എങ്കിലും ഞാൻ പഠിച്ച രീതിയിലുള്ള പണ്ടൊരിക്കൽ സുബിൻ്റെ പപ്പ ഞങ്ങളുടെ ചർച്ചിൽ വന്നപ്പോൾ ഒരു പ്രാവശ്യം ശരിക്കും ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് അവിടുത്തെ ഉള്ള ഓരോ ഇതിൻ്റെയൊക്കെ അത്രയും ഉള്ള ജ്ഞാനമൊന്നും എനിക്കില്ലെങ്കിലും ഒരുമാതിരി ഇപ്പം പറഞ്ഞു തരാനുള്ള ഇതേ ഉള്ളൂ. ഇപ്പം നല്ലൊരു ദേവദാസന്മാർക്ക് അതൊക്കെ ശരിക്കും ലൈക്ക് ഏതൊക്കെയാണ് പാർട്സ് ബൈ പാർട്സ് എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ ഹോളീസ് ഓഫ് ഹോളീസ് നോക്കി കഴിഞ്ഞാൽ 3 കാര്യം. ഒന്ന് മനോറ, ലൈറ്റ് ഓഫ് ദ വേൾഡ്, ജീസസ് ഇസ് ദ ലൈറ്റ് ഓഫ് ദ ബ്രെഡ്. അപ്പുറത്തെ ഷോ ബ്രെഡ്, ജീസസ് ഇസ് ദ ബ്രെഡ് ഓഫ് ദ വേൾഡ്. അപ്പുറത്ത് നോക്കുവാണെങ്കിൽ ഇൻസെൻസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രയർ അറ്റ് ദ സെയിം നമുക്ക് വേണ്ടി നമ്മുടെ ഇൻ്റർസെഷൻ ചെയ്യുന്ന